ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അധ്യായം 6 ശ്ലോക 35 ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നു. എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. എന്താണ് ഈ പരിശീലനം? പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കൽ, പരമാത്മാവിൽ മനസ്സുറപ്പിക്കൽ, ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം, ബ്രഹ്മചര്യ വ്രതം, ഏകാന്തവാസം എന്നീ കർക്കശ നിബന്ധനകൾ പാലിക്കാൻ ഇക്കാലത്ത് ആർക്കും കഴിയുകയില്ല. എന്നാൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് 9 വിധം ഭക്തിസേവനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. അതിൽ ആദ്യത്തേതും പ്രമുഖവുമായ ഭഗവത് സേവനം കൃഷ്ണകഥാശ്രവണം തന്നെ. മനസ്സിനെ സംശയങ്ങളെല്ലാം തുടച്ചുമാറ്റാൻ വേണ്ടുന്ന ദിവ്യത്വവും ശക്തിയുമുണ്ടതിന്. കൃഷ്ണനെപ്പറ്റി എത്ര കണ്ട് കേൾക്കുന്നുവോ അത്ര കണ്ട് വിജ്ഞാനം ഉണ്ടാകുന്നതാണ്. കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും. ഭഗവത് ദർപ്പണമായിട്ടല്ലാതെയും ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം. ഭൗതികമായതിൽ വിരക്തിയും ആധ്യാത്മികതയിൽ താല്പര്യമുള്ള അവസ്ഥയത്രേ വൈരാഗ്യം. കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അവ്യക്തഗതവാദികളുടെ ആത്മീയ വിരക്തി. ഭക്തിയുത ഭഗവത് സേവനം പ്രായോഗികമാണ്. കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരാൾ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷണത്തെയാണ് ആത്മീയ സംതൃപ്തി എന്ന് പറയുന്നത്. വിശന്നു വലഞ്ഞവന് താൻ ഉണ്ണുന്ന ഓരോ ഉരുളയും നൽകുന്ന സംതൃപ്തിയോട് സദൃശ്യമാണിത്. വിശപ്പുള്ളപ്പോൾ എത്ര കണ്ട് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരാൾക്ക് സംതൃപ്തിയും കരുത്തും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. അതേപോലെ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതികോദ്ദേശ്യങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തി അടയുന്നു. വിദഗ്ധ ചികിത്സ കൊണ്ടു ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നതുപോലെ കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലകളെക്കുറിച്ച് കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണനു നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനവുമത്രേ. ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ പ്രക്രിയ. താങ്ക് യു സോ മച്ച്.